നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് 20-ാം തീയതി മാർച്ച് 20-നാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത്. താരം പരിക്കിൻ്റെ പിടിയിലാണ്. അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അൽ നസറിൻ്റെ കോച്ച് പറഞ്ഞിരുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് CR7 മടങ്ങിയെത്തുമെന്നാണ്. ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമം എബോലയും റിപ്പോർട്ട് ചെയ്യുന്നത് CR7 ഈ 2 മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മെക്സിക്കോക്കെതിരെയാണ് പോർച്ചുഗലിൻ്റെ ആദ്യ മത്സരം. അത് മാർച്ച് 28-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 29-ന് പുലർച്ചെ 6:30. പിന്നെ മാർച്ച് 31-നാണ് അടുത്ത കളി USA-ക്കെതിരെ. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 4:30. അപ്പോൾ ഈ കളികൾ ക്രിസ്ത്യാനോ കളിച്ചേക്കില്ല എന്നതാണ് ഇപ്പോൾ എബോലയുടെ റിപ്പോർട്ട്. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം കൂടി ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ക്രിസ്ത്യാനോ കളിക്കുന്നില്ലെങ്കിലും ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു റോബർട്ടോ മാർട്ടിനസ് എന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. ഹെഡ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് wants Cristiano Ronaldo to be part of the next training camp, although he will most likely not see playing time due to the injury that is suffering him and keeping him away from all sporting activity. കളിക്കാനില്ലെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് എടുക്കണം എന്നാഗ്രഹിക്കുന്നു ഹെഡ് കോച്ച് റോബർട്ടോ മാർട്ടിനസ്. ഒഫീഷ്യൽ സ്ക്വാഡ് മാർച്ച് 20-നായിരിക്കും പ്രഖ്യാപിക്കുക. ക്രിസ്ത്യാനോയുടെ റിക്കവറി ടൈം ലൈൻ നോക്കുമ്പോൾ അത് ഈ മത്സരം കളിക്കാൻ ഫേവറബിൾ അല്ല. സോ ക്രിസ്ത്യാനോയെ കളിപ്പിച്ചുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ കോച്ച് തയ്യാറല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിലെ മറ്റ് താരങ്ങൾക്ക് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കും. ട്രെയിനിങ് ക്യാമ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തെ പോലുള്ളൊരു ലീഡറുടെ സാന്നിധ്യം ടീമിന് ഗുണമാവും എന്നുള്ള വിശ്വാസത്തിലാണ് റോബർട്ടോ മാർട്ടിനസ്. എന്തൊരു വ്യത്യാസമാണ് ചിന്താഗതികളെന്ന് നോക്കണം. നെയ്മർ ജൂനിയർ, കാർലോ അഞ്ചലോട്ടി പരിക്കായതുകൊണ്ട് അത് മാറി കളി തുടങ്ങിയിട്ടും സ്ക്വാഡിൽ എടുക്കുന്നില്ല. റോബർട്ടോ മാർട്ടിനസ് പരിക്കാണെങ്കിലും CR7 ക്യാമ്പിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. രണ്ടും രണ്ട് തരത്തിലുള്ള ചിന്താഗതികളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.